നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നത് സ്റ്റുഡൻസ് മാത്രമല്ല, കുറച്ച് യൂട്യൂബേഴ്സുമുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് മറ്റ് യൂട്യൂബേഴ്സ് ആയിരുന്നു. എൻ്റെ ചാനൽ 1 lakh ആയതിനു ശേഷം പലരും കമൻറ്റ് സെക്ഷനിലൂടെയും വാട്സപ്പിലും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടൻറ്റ് റീച്ച് ആക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോമൺ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു കാര്യം പറയാൻ ഞാൻ അർഹതയുള്ള ആളാണോ എന്ന് പോലും എനിക്കറിയില്ല. 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിലും അത് ഒരു 3-4 വർഷം എടുത്തിട്ടാണ് എനിക്കായത്. കാരണം ഞാൻ കൂടുതലും ഇടുന്നത് സ്റ്റഡി മോട്ടിവേഷനാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് അട്രാക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പല മോട്ടിവേഷൻ ചാനൽസും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഭയങ്കര സ്റ്റൈലിഷായിട്ട് വളരെ നല്ല രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഭയങ്കര മാസ്സായിട്ടൊക്കെ സൗണ്ട് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ നാച്ചുറലായിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിന് എങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്നു അതേ രീതിയിലാണ് ഞാൻ എൻ്റെ ചാനലിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കാൻ അത് താല്പര്യമില്ല. അത് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുളമായി പോവുകയുള്ളൂ. സോ ഞാൻ അതുകൊണ്ട് നാച്ചുറലായിട്ടാണ് സംസാരിക്കുന്നത്, ഒരാളടുത്ത് സംസാരിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടായിരിക്കാം എൻ്റെ ചാനൽ അങ്ങനെ പെട്ടെന്നൊന്നും കയറി വന്നില്ല. അത്ര ഗ്ലാമറുള്ള ഒരു ചാനലായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കയറി വന്നു. കാരണം ഇങ്ങനത്തെ ഭയങ്കര മാസമായിട്ടുള്ള അത് സ്ഥിരമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടെ നാച്ചുറലായിട്ടുള്ളത് വേണമെന്ന് തോന്നിയതുകൊണ്ടാവാം നമ്മുടെ ചാനലും ഫോളോ ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരിക്കലും ഒരു വലിയ യൂട്യൂബർ അല്ലല്ലോ. കാരണം എനിക്ക് 1 lakh ആയിട്ടുള്ളൂ. ഈ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ആക്ച്വലി 1 million ആവേണ്ട സമയം കഴിഞ്ഞതാണ്. എങ്കിലും 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തുദ്ദേശത്തോടാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് എടുത്തിടുകയല്ല വേണ്ടത്. വെറുതെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോസ് ഇടുകയാണെങ്കിൽ കറക്റ്റ് അത് തന്നെ ഇടുക. നിങ്ങൾ ഫുഡ് വ്ളോഗാണ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി ആ വീഡിയോ തന്നെ ഇടുക. ഫുഡ് വ്ളോഗ് തന്നെ ആ ഒരു കണ്ടൻറ്റ് ആക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വേറെ വീഡിയോസൊന്നും ഇടാൻ പാടില്ല. ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കൂടുതൽ പേരും ഫാമിലി വ്ളോഗാണ് എടുക്കുന്നത്. ഇപ്പോൾ KL ബ്രോ വിജുവിൻ്റെ ആ ഒരു ചാനൽ കണ്ടാൽ മനസ്സിലാവും. അതിൽ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. പക്ഷേ ഓരോ ഷോർട്ട് വീഡിയോയിലും അവർ ചെറിയ ചെറിയ സ്റ്റോറീസ് കാണിക്കും, ചെറിയ കഥകളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് മലയാളികൾ മാത്രമല്ല നോർത്ത് ഇന്ത്യൻസും എല്ലാം ആ ചാനൽ ഫോളോ ചെയ്ത് തുടങ്ങും. കാരണം അതിനകത്ത് സംസാരമൊന്നുമില്ല ഷോർട്ട് വീഡിയോയിൽ. അവർ ജസ്റ്റ് ഓരോരോ കാര്യങ്ങൾ കഥകളാക്കി കാണിക്കുമ്പോൾ അത് കാണാൻ ആളുകൾക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് ആ ചാനൽ അത്രയും മില്യൺ കയറി വന്നത്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻ്റൊന്നും ഇല്ല. പക്ഷേ അവരെടുത്ത് എഫർട്ടിനുള്ള ഇത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നുകിൽ ചെയ്യാം. പലരും സ്റ്റാർട്ട് ചെയ്യുന്നത് കുക്കിംഗ് ചാനലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ കുക്കിംഗ് ചാനലൊക്കെ ഒരുപാട് ക്ലിക്ക് ആവുമായിരുന്നു. ഇപ്പോൾ വീണാസ് കറികളുടെ ഒക്കെ ഒരുപാട് ക്ലിക്കായ ചാനലുകളാണ്, ഷാൻ ബ്രോ അവരുടെയൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു 100 കണക്കിന് 10,000 കണക്കിന് കുക്കിംഗ് ചാനൽ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ക്ലിക്കാവുകയില്ല. നമ്മൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക. സിനിമ നിരൂപണം ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ അതിൽ നിന്നും വെറൈറ്റി ആയിട്ടാണ് അശ്വന്ത് കോക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടെ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷനാണ്. അപ്പോൾ സാധാരണ ഉള്ളൊരു ടോപ്പിക് ആണെങ്കിൽ പോലും മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതൊരുപാട് ക്ലിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് കാര്യത്തിനോടാണ് ഇൻട്രസ്റ്റ് എന്ന് തിരിച്ചറിയുക. ആ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യുക. ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റെങ്കിലും കാണാതെ പോവരുത്. ആ രീതിയിലുള്ള പ്രസൻറ്റേഷൻ നടത്തുക എന്നുള്ളതാണ് പ്രധാനം. വീഡിയോസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സൗണ്ടിൽ ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും നമുക്ക് ഒരുപാട് വീക്കാവുന്ന ചാനലുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സൗണ്ടൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ആൾക്കാരത് മെനക്കെട്ട് കേൾക്കാൻ ശ്രമിക്കത്തില്ല. അവർക്ക് നല്ല സൗണ്ടിൽ സംസാരിക്കുക അല്ലെങ്കിൽ സൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് പറയുന്നതും ആൾക്കാർക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് സഹായകമാകും. പിന്നെ വിഷ്വൽസ് പ്രധാനമാണ്. നിങ്ങൾ വീട്ടിലെ വീഡിയോസോ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന വീഡിയോസൊക്കെ ചെയ്യുവാണെങ്കിൽ മാക്സിമം നല്ല ലൈറ്റിൽ ചെയ്യുക. മങ്ങിയ വെളിച്ചത്തിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ ആളുകൾ ഇഷ്ടപ്പെടില്ല. നല്ല ക്ലാരിറ്റി ഉള്ളതാണ് കൂടുതലും ആളുകൾ കാണുന്നത്. അതിന് വലിയ ഫോണൊന്നും വേണമെന്നില്ല. പക്ഷെ നല്ല ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്താൽ മതി. നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പ്രത്യേകം മൈക്കൊന്നും ആവശ്യമില്ല. ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടല്ല ഒരിക്കലും റെക്കോർഡ് ചെയ്യുന്നത്. ഫോൺ അടുത്ത് പിടിച്ച് ഫോണിൽ ഡയറക്റ്റ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് മീഡിയം സ്പീഡിൽ പറയുന്നത് നല്ലതായിരിക്കും. നമ്മൾ എത്ര സ്പീഡിൽ സംസാരിച്ചാലും ഈ ഒരു യൂട്യൂബിൽ അത് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ആളുകൾക്ക് അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. അവർക്ക് സ്പീഡ് കാര്യങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് പോകണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു ടൈമിംഗ് വെക്കുക. അതായത് ഇപ്പോൾ ഡെയിലി നിങ്ങൾ 10 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അല്ലെങ്കിൽ 4 മണിക്കാണെങ്കിൽ വൈകുന്നേരം 4 മണിക്കാണെങ്കിൽ 4 മണിക്ക്. ഒരിക്കലും വെളുപ്പിനെയൊന്നും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ തുടക്കക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടാവും, അധികം വ്യൂസൊന്നും വരത്തില്ല.
പറ്റുമെങ്കിൽ ഒരു വൈകുന്നേരം 4 മണി എല്ലാവരും ഫ്രീ ആവുന്ന ടൈമായിരിക്കും, അല്ലെങ്കിൽ ഒരു 7 മണി ആ ടൈമിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും വ്യൂസ് കിട്ടും. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, പരമാവധി അത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ടും ഫേസ്ബുക്കിലും അതേപോലെ നമുക്ക് യൂട്യൂബിൽ തന്നെ അത് പോസ്റ്റായിട്ട് കമ്മ്യൂണിറ്റി ടാബിലിടാം. അങ്ങനെയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പണ്ട് പറയുമായിരുന്നു അങ്ങനെയൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല, അത് യൂട്യൂബ് ശ്രദ്ധിക്കുമെന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. എൻ്റെ ചാനലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ആദ്യമൊക്കെ. കുറച്ച് പേരെങ്കിലും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് വ്യൂസിൽ വരുന്നതാണ്. പിന്നെ ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, നമ്മളതിന് ടാഗ് ഒക്കെ കൊടുക്കണം. അതായത് മുകളിൽ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ നമുക്ക് ഇപ്പോൾ മോട്ടിവേഷൻ ആണെങ്കിൽ PSC മോട്ടിവേഷൻ, സ്റ്റഡി മോട്ടിവേഷൻ, PSC അഡ്വൈസ്, PSC ടിപ്സ്, ഇങ്ങനെ കുറേ ടാഗ് കൊടുക്കും. അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ ടാഗ് ചെയ്യാനുള്ളതുണ്ടാവും. അവിടെയും നമ്മൾ ജസ്റ്റ് ആ ടാഗ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ടാഗ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏറ്റവും പ്രധാനം തംബ്നെയിലാണ്. എൻ്റെ ഏറ്റവും ഒരു മിസ്റ്റേക്ക് തോന്നുന്നത് എൻ്റെ തംബ്നെയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തംബ്നെയിൽ നല്ലതായിട്ട് ചെയ്യാമെന്ന് ഞാൻ അധികം മെനക്കെടാറില്ല. കാരണം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ടയേർഡാവും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭയങ്കര സക്സസ്ഫുൾ ആവുന്ന വീഡിയോസിൻ്റെയൊക്കെ തംബ്നെയിൽ കണ്ടാൽ മനസ്സിലാവും. ആ ഒറ്റ തംബ്നെയിലിൽ ആൾക്കാർ അത് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിൽ ഒരുപാട് സെൻറ്റൻസ് ഒന്നും കാണത്തില്ല, ഒറ്റ വാക്കേ കാണത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ യെല്ലോ കളറാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതെങ്കിൽ ബ്ലാക്ക് കളറിൽ അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ റെഡ് കളറിൽ ആ ഒരു തംബ്നെയിലിലെ സെൻറ്റൻസുകൾ കൊടുക്കുക. അങ്ങനെ കുറച്ച് അട്രാക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. തംബ്നെയിലിൽ എഴുതുന്ന അക്ഷരങ്ങളൊന്നും ചെറുതായി പോകാൻ പാടില്ല, മാക്സിമം കുറച്ച് വലുപ്പത്തിൽ വേണം അത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പാണ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്താലും യൂട്യൂബ് നമ്മളെ ശ്രദ്ധിക്കും. യൂട്യൂബ് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ചാനൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ട്. ഒരു 2 മാസമൊക്കെ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊക്കെ പെട്ടെന്ന് 10,000 20,000 ഒക്കെ ആവും. അപ്പോൾ അതിനെ നിങ്ങൾ ഡെയിലി റെക്കോർഡ് ചെയ്ത് ഡെയിലി അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ചെയ്യാൻ ഒരു വഴിയുണ്ട്. ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ ഒരു ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. നാളെ നമുക്ക് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയമില്ല. സോ നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ, ഒരു 58 സെക്കൻഡ് വരുന്ന ഒരു ചെറിയ ഷോർട്ട് വീഡിയോ നാളെയും മറ്റന്നാളും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ 3 ദിവസമായല്ലോ. അടുത്ത 4ാമത്തെ ദിവസം വീണ്ടും വേറൊരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ ഒരു 3ഓ 2ഓ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. സമയത്തെല്ലാം ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് റീച്ച് കിട്ടുന്നതാണ്. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീഡിയോസിൽ കമൻറ്റ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ കൊടുക്കുക. കാരണം റിപ്ലൈ കൊടുക്കുമ്പോഴും വീഡിയോസ് റീച്ച് ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പല കമൻസിനും ഒരു ഹാർട്ട് സിമ്പിൾ കൊടുക്കാറുണ്ട്. കാരണം ഓരോ കമൻറ്റും നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോഴും നമുക്ക് വ്യൂസ് കൂടും. അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ടോപ്പിക്സ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടും നിങ്ങൾക്ക് വ്യൂസ് വരുന്നെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റ് മാറ്റുക. ഒരു 6 മാസം വരെ നിങ്ങൾ ഒരേ ടോപ്പിക് ഇട്ടിട്ടും, ഇപ്പോൾ നിങ്ങൾ കുക്കിംഗ് ആണ് ഇടുന്നത്, എന്നിട്ടും ഒരു ഇത് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മാറ്റിയിട്ട് അടുത്തതിലേക്ക് പോകാം. ഇപ്പോഴത്തേക്ക് ട്രെൻഡ് എന്ന് വെച്ചാൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സീക്രട്ട് ഏജൻ്റൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ഒരു സംഭവം നടക്കുമ്പം ആ സംഭവത്തെക്കുറിച്ചിട്ട് റിവ്യൂസ് ഇടും. അപ്പോൾ അത് പെട്ടെന്ന് ക്ലിക്ക് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ട്രെൻഡിങ് വരുന്ന വാർത്തകളെക്കുറിച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ വീഡിയോസ് റീച്ച് ആവാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോസ് റീച്ച് ആവാൻ ലേറ്റ് ആവാൻ പ്രധാന കാരണം ഞാൻ ഫേസ് കാണിച്ചിട്ടല്ല ചെയ്യുന്നത്, വോയിസ് മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല, ഫേസ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി വ്ളോഗ്സ് ആയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ റിയലായിട്ടുള്ള വീഡിയോസ് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിട്ട് റീച്ച് കിട്ടുന്നതാണ്. ആളുകൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് തോന്നും. നമ്മുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, മറ്റൊരാളുടെ ലൈഫിലേക്ക് നോക്കാനാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ അത് നമ്മുടെ വ്യൂസ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റൊരു കാര്യം നമ്മളെ തളർത്തുന്നത് നെഗറ്റീവ് കമൻസ് ആയിരിക്കും. വെറുതെ ഒരു പണിയില്ലാതെ നമ്മുടെ ചാനലിൽ ചിലപ്പോൾ അവരൊരു പോസിറ്റീവായിട്ട് ഒറ്റ കമൻറ്റ് പോലും ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും കണ്ടാൽ ഓടി ഒന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ഭയങ്കര മിടുക്കായിരിക്കും. അപ്പോൾ അത് നമ്മളെ തളർത്തും. ഇതെന്താണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ട് ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ് വന്നത് എന്താണെന്ന് നമുക്ക് ആ ഒരു തോന്നൽ വരും. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ചാനലിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത് വളരെ റെയറാണ്. വന്നിട്ടുണ്ട്, ഭയങ്കര റെയറാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൽ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് കിടക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയും, അവരെ ബ്ലോക്കും ചെയ്യും. വീഡിയോ കാണുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും പറയാൻ ആളുകൾക്ക് അധികാരമുണ്ട്. പക്ഷേ നമുക്ക് ഒട്ടും സ്യൂട്ടബിൾ അല്ലാത്ത നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ വോയിസ് കുറവാണ്, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാമായിരുന്നു എന്നൊക്കെ പറയുന്ന കമൻറ്റ്സിനെ നമ്മൾ പോസിറ്റീവായിട്ടേ എടുക്കത്തുള്ളൂ. പക്ഷെ വെറുതെ വന്നിട്ട് നമ്മളെ തരം താഴ്ത്തുകയോ അല്ലെങ്കിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കമൻറ്റ്സൊക്കെ അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ചാനലല്ലല്ലോ നമ്മുടേത്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്.
മറ്റൊന്ന് ആദ്യം പറഞ്ഞ തമ്പനെയിലിൻ്റെ കാര്യമാണ്. തമ്പനെയിൽ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഈ ഒരു കണ്ടൻറ്റിൽ ഇതെന്താണ് കണ്ടൻറ്റ് എന്ന ആകാംക്ഷ തോന്നുന്ന രീതിയിലുള്ള തമ്പനെയിൽ ഇട്ടാലും നല്ലതാണ്. മോട്ടിവേഷനൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരുപാട് വലിയ ആകാംക്ഷ തോന്നുന്നു ഇടാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നിങ്ങളുടെയൊക്കെ ചാനൽ എന്തെങ്കിലും ഡെയിലി വ്ളോഗ്സൊക്കെ ആണെങ്കിൽ ഒരു സംഭവം ഉണ്ടായി അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആ സംഭവം എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് വരുന്നത് മറ്റുള്ളവരുടെ ഡെയിലി വ്ളോഗ്സ്, പ്രത്യേകിച്ച് നമുക്ക് മറ്റുള്ളവരുടെ ലൈഫ് കാണാൻ പല ആളുകൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഫാമിലി വ്ളോഗൊക്കെ ഇത്രയും ക്ലിക്കായിട്ട് ഓടുന്നത്. മറ്റൊന്ന് ഓരോ വാർത്തകൾ ബേസ് ചെയ്തിട്ടുള്ള നിരൂപണങ്ങൾ, പിന്നെ അതായത് ഓരോരുത്തരെ വിമർശിക്കുക, അതൊക്കെയാണ് കുറച്ചുകൂടെ ട്രെൻഡായിട്ട് നിൽക്കുന്നത്. പിന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഭക്തിമാർഗ്ഗമാണ്. അത് ഡിവോഷനായിട്ടുള്ള കാര്യങ്ങളാണ്. ആളുകൾക്ക് ചിലപ്പോൾ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് വിഷമവും പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഡിവോഷണൽ ചാനൽ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. 1 മില്യൺ ഒക്കെ അടിച്ച ചാനലുകളുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള ചാനലുകൾ നമുക്ക് പക്ഷെ അത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. റിയൽ ഭക്തിയുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ജ്യോതിഷം അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതേപോലെ മോട്ടിവേഷൻ, ഈ കാലത്ത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് മോട്ടിവേഷൻ. പലരും ഡിപ്രഷനും സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയും പഠിക്കാൻ മടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മോട്ടിവേഷൻ എപ്പോഴും ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചാനലുകൾ കയറി പോകാറുണ്ട്. പക്ഷേ ഒരുപാട് സക്സസ് ആവില്ല. പെട്ടെന്നൊന്നും ഒരിക്കലും ഇത് ക്ലിക്കാവില്ല. പക്ഷേ പെട്ടെന്ന് 1K ആവാനും അങ്ങനെ ഒരു സ്ലോയിലൊന്ന് പ്രോഗ്രസ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ ചാനലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മറ്റൊന്ന് വാർത്താ ചാനലുകളാണ്. നമ്മൾ കാണുന്ന മനോരമ അങ്ങനത്തെ ചാനലുകളെ പോലെ തന്നെ നമുക്കും ന്യൂസ് പ്രസൻറ്റ് ചെയ്യാം. പുതിയ ന്യൂസുകൾ, കുറച്ചും കൂടെ ആൾക്കാർക്ക് ആകാംക്ഷയുള്ള ന്യൂസുകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യും. യൂട്യൂബുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരിക്കലും മെയിൻ വരുമാനമായിട്ട് യൂട്യൂബിനെ കാണാൻ പാടില്ല. കാരണം യൂട്യൂബിലെ ഇൻകം കയറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഈ മാസം കിട്ടുന്നതായിരിക്കത്തില്ല അടുത്ത മാസം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നിരാശ വരും. നമുക്കൊരിക്കലും മെയിൻ ഇൻകമായിട്ട് യൂട്യൂബിനെ കാണാനേ പറ്റുകയില്ല. യൂട്യൂബ് നമുക്കൊരു സൈഡ് ബിസിനസ്സായിട്ട്, നമുക്ക് ഒരു ഡെയിലി ഒരു 1 അവർ നമ്മളതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 മന്ത് കൂടുമ്പോൾ കുറച്ച് എമൗണ്ട് കിട്ടും. അതൊരു സൈഡ് ബിസിനസ്സായിട്ട് മാത്രം കാണാൻ പാടുള്ളൂ. യൂട്യൂബിൽ നിന്ന് ഒരുപാട് ഇൻകം ഒന്നും വന്നിട്ടില്ല. പക്ഷേ മാക്സിമം കിട്ടിയിട്ടുള്ളത് 26,000 രൂപ സംതിങ് ആണ്. അത് ചില വീഡിയോസൊക്കെ 1 lakh എബോവ് പോകുമ്പോഴൊക്കെ ആ മാസമൊക്കെ 26,000 സംതിങ് കിട്ടും. ചില മാസം 15,000 ആ റേഞ്ചൊക്കെയാണ് കിട്ടാറുള്ളത്. പക്ഷേ എന്നും ഇടുന്ന വീഡിയോസ് 1 lakh വ്യൂസൊക്കെ എബോവ് പോകുന്നവർക്ക് അതിൽ കൂടുതലൊക്കെയാണ് 50,000 60,000 70,000 ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. പിന്നെ യൂട്യൂബ് നമ്മളെപ്പോഴും വീഡിയോസ് ഇൻകം മാത്രമല്ല നോക്കേണ്ടത്. നമ്മൾ അതുവഴി എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, റിയലായിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം കോച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എക്സ്ട്രാ എമൗണ്ട്സ് കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു ബ്യൂട്ടി വ്ളോഗാണ് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ബ്യൂട്ടി പ്രോഡക്ട്സ്, ഹെയർ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൂടെ എക്സ്ട്രാ ഇൻകം നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് മലയാളം ചാനലുണ്ട്. ഉദാഹരണമായിട്ട് യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ അവരാണ് എന്നെ ആദ്യം സഹായിച്ചത്. ഞാൻ ഡൗട്ട്സൊക്കെ ചോദിക്കുമ്പോൾ അവിടെയൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരും വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സബ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതാണ്. തുടക്കത്തിലൊക്കെ അങ്ങനെ ചെയ്തുന്നതിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ ചാനൽ എങ്ങനെയും 1Kയും അതുപോലെ മോണിറ്റൈസേഷൻ പോളിസി ആവുന്നിടം വരെ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യമൊക്കെ നമ്മളങ്ങനെ പറയാറുണ്ട്, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, എൻ്റെ ചാനൽ സബ് ചെയ്യുമോ എന്നൊന്നും ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എല്ലാവരും അത് ചെയ്യാറുമുണ്ട്, എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവാറുമുണ്ട്. നമ്മൾ 1K ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട, നമ്മൾ നല്ല കണ്ടൻറ്റ് ഇട്ട് വീഡിയോസ് റീച്ച് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക. ഈ ചാനൽ കാണുന്ന പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ കമ്മ്യൂണിറ്റി ടാബിൽ ഇടണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് എൻ്റെ ഏതെങ്കിലും വീഡിയോസ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ ചാനൽ നോക്കിയിട്ട് അത് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് തരാം. എനിക്ക് അതിൽ കൂടുതലൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് യൂട്യൂബിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. ഈ വീഡിയോ പുതിയ യൂട്യൂബേഴ്സിന് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.